ശ്യാമേ, ചിലപ്പോ നമ്മളെയും ഭ്രാന്തുള്ളവരാക്കി മാറ്റാനായിരിക്കുമോ? പറയാൻ പറ്റില്ല എടുത്തി. ദുഷ്ടത കാണിക്കുന്നവർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ലല്ലോ. കണിമംഗലം പരമേശൻ ഒരിക്കൽ അതിസമ്പന്നനായിരുന്നു. ഇപ്പോ അതിദരിദ്രനാ. ഈ രണ്ടവസ്ഥകളിലും അച്ഛനെ ഏട്ടത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണിമംഗലം പരമേശ്വരൻ എന്ന അഭിമാനമുള്ള പേര് അവിടെ അങ്ങ് ഉറച്ചു കിടക്കും. നമുക്കും അതൊക്കെ തന്നെ വേണ്ടത്. എത്ര തകർന്നു പോയാലും ആത്മാഭിമാനമുള്ള ഒരു മനസ്സ്. ഇപ്പൊ എനിക്കത് ഉണ്ടുവരും. പണ്ട് എന്റെ ഏറ്റവും വലിയ അഹങ്കാരം ഞാൻ കൽപ്പനയാണെന്നുള്ളതായിരുന്നു. ഇപ്പൊ എനിക്കറിയാം അതിനെ കറിവേപ്പിലയുടെ പോലും വിലയില്ലെന്ന്. ഇപ്പൊ ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് നീ കണിമംഗലത്തെ സൂര്യയുടെ ഭാര്യയാണെന്ന്. അത് അത്യാവശ്യം അഭിമാനിക്കാവുന്നൊരു പേരാ. നല്ല കാര്യം ഏടത്തി. ഏടത്തി ഇത്ര നന്നായിട്ട് ചിന്തിക്കുന്നുണ്ടല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഏട്ടത്തി, അതെ, ഗൗതമിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികാര ബുദ്ധി ഉണ്ടായില്ലേ? ഉണ്ടായില്ലെന്താ? ചോദിക്കാൻ എനിക്ക് എന്റെ ഭർത്താവില്ലേ? അത് മതി. മുത്തശ്ശി, ഞാൻ ഇറങ്ങട്ടെ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ ഇതാരെയും കാണിക്കാനല്ല. കണിമംഗലത്തെ മുത്തശ്ശിയുടെ മുന്നില് മനസ്സറിഞ്ഞ് കുമ്പിട്ടതാ. പോട്ടെ, വരും, ഇറങ്ങട്ടെടാ. രാധേ. ശരി. ഇത് മനസ്സറിഞ്ഞ് സത്യസന്ധമായ മാറ്റമാണെങ്കിൽ അത് അംഗീകരിക്കണം. അപ്പോഴും അതിന്റെ കാരണക്കാരി എന്റെ മോളാ. ഞാനല്ലല്ലോ മുത്തശ്ശി, ദൈവമല്ലേ ഇതിന്റെയൊക്കെ കാരണക്കാരൻ. ഞാൻ ചിന്തിക്കുന്നതിനനുസരിച്ച് ലോകം കറങ്ങോ? ദൈവം വിചാരിക്കണ്ടേ? എനിക്ക് ചെയ്യാവുന്ന ചെറിയൊരു കടമയുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തു. ബാക്കിയെല്ലാം ദൈവത്തിന്റെയും കാലത്തിന്റെയും കയ്യില. അതെ, അതെ, ഒരു കാര്യം ചോദിക്കട്ടെ? എത്ര സ്റ്റാഫാ മുന്നിലൂടെ കടന്നു പോകുന്നേ? ഒരാളൊന്നും തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല. എടുത്തി, ഇതെവിടെയാണെന്ന് അറിയില്ല, ആരാണ് നടത്തുന്നതെന്നും അറിയില്ല. ഒരു പക്ഷെ നമ്മൾ ഉറക്കെ സംസാരിച്ച ആളെ കൂട്ടാൻ നോക്കിയാൽ പോലും അത് അപകടമായിരിക്കും. എങ്ങോട്ടൊക്കെയോ മാറ്റുന്നുണ്ട് നമ്മള്. ഒരു സുരക്ഷിതത്വവും ഇല്ലാതെ എത്ര നാളായി. എപ്പോഴെങ്കിലും ഒരു അവസരം കൺമുന്നിൽ വരും, അപ്പൊ രക്ഷപ്പെടാൻ പറ്റും. എനിക്ക് എന്റെ മോളുടെ അടുത്ത് എത്താൻ പറ്റും. അതൊക്കെ എന്റെ വിശ്വാസം. മൊത്തത്തില് ലക്ഷണം കണ്ടിട്ട് ഒരു മെന്റൽ ഹോസ്പിറ്റൽ പോലെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആരോ ബഹളം വെക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ശ്യാമേ, ചിലപ്പോ നമ്മളെയും ഭ്രാന്തുള്ളവരാക്കി മാറ്റാനായിരിക്കുമോ? പറയാൻ പറ്റില്ല എടുത്തി. ദുഷ്ടത കാണിക്കുന്നവർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ലല്ലോ.
എനിക്കൊന്നും വേണ്ട എടുത്തി. ഇവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. എനിക്കെന്റെ രാധിക മോളുടെ അടുത്തെത്തി അവളുടെ മടിയിൽ കിടന്ന് മരിച്ചാലും സാരമില്ല. ശ്യാമെ വിഷമിക്കല്ലേ, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും. അതെ, ഒരു കാര്യം ഒന്ന് പറയട്ടെ. ഭ്രാന്ത് കൂടിയാലും അടങ്ങി ഒതുങ്ങി കിടക്കില്ല. അങ്ങോട്ട് ശ്യാമേ, ഞാൻ പറഞ്ഞില്ലേ എടുത്തി, ഇവിടെ ആരും സത്യം മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവില്ല. പരീക്ഷിക്കാനാണെങ്കിലും ജീവനോടെ ഇട്ടിട്ടുണ്ടല്ലോ ദൈവം. തൽക്കാലം അതോർത്ത് സമാധാനിക്കെടുത്തി. ശർക്കര കുറച്ചുകൂടെ വേണോ? എല്ലാം പാകത്തിനിട്ടിട്ടുണ്ട് സാറേ. ഒരു കളർ വന്നില്ല. ഇവിടെ എന്തെങ്കിലും ചെയ്യണോ? അയ്യോ വേണ്ട, ഞങ്ങൾ ചെയ്തോളാം. അത് ഞാൻ ചെയ്യാം. കൊണ്ടോ വേണ്ട, എരിവ കൈയൊക്കെ നീറുവേ. ഏതാ തനിക്ക് ചെയ്യാൻ എനിക്കും ചെയ്തൂടെ? അതെ, സൂത്രത്തിൽ ഇയാളുടെ ടെക്നിക്കൽ ഒന്ന് പഠിച്ചെടുക്കാനമ്മേ. നാളെ ഇയാളുമായിട്ടൊരു കോമ്പറ്റീഷന് നമുക്കൊരെണ്ണം വേറെ തുടങ്ങേണ്ടി വന്നാലോ? ആ, അമ്മയും മോനും കൂടി എനിക്ക് കോമ്പറ്റീഷൻ തരാൻ പോവാ. രാധികയോട് മത്സരിക്കാനൊന്നും പറ്റില്ല. അതാരെ കൊണ്ടും പറ്റില്ല എന്ന് ഉറപ്പാ. പിന്നെ എന്തിനാമേ നമ്മൾ പരീക്ഷ എഴുതിയിട്ട്? ജയിക്കുന്ന പ്രശ്നം എന്തായാലും ഇല്ലല്ലോ. അതെ അതെ, ഒരു പിടി ആ നന്നായിട്ടൊന്ന് തൂകിയാ മതി. ഒരു പിടി. ഓ, ഇതാണോ ഒരു പിടി? ഇതല്ലേ ഒരു പിടി എന്ന് പറഞ്ഞാലേ നമ്മുടെ കയ്യിൽ എത്ര കൊള്ളുവോ അതല്ല. നമ്മളൊരു കൈ പിടിക്കുമ്പോ നമ്മുടെ കയ്യിലുള്ളിൽ എത്ര കൊള്ളുന്നോ അതായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അളവുണ്ടാക്കുന്നത്? എല്ലാം കൂടെ കുത്തി മറിച്ചം കിട്ടാൻ. താൻ ചൂടാവതേ, ഞാൻ അതൊക്കെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. പഠിച്ചു വരുന്നതേ ഉള്ളൂ, പക്ഷെ തലയിക്കട്ടൊക്കെ അസലായിട്ടുണ്ട്. അമ്മേ, കറക്റ്റ് അല്ലേ?